കണ്ണൂരിലെ മലയോര രാഷ്ട്രീയത്തിന്റെ സിരകളിൽ ആവേശം പടർത്തിക്കൊണ്ട് പേരാവൂർ മണ്ഡലം ഒരിക്കൽ കൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ ടീച്ചർ തന്റെ രാഷ്ട്രീയ വളർച്ചയുടെ ആദ്യ ചുവടുവെപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച പേരാവൂരിലേക്ക് വീണ്ടും ജനവിധി തേടി എത്തുന്നു എന്നത് വെറുമൊരു സ്ഥാനാർത്ഥി നിർണയമല്ല, മറിച്ച് വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഒന്നാകെ മാറ്റിമറിക്കാൻ പോന്ന തന്ത്രപരമായൊരു നീക്കമാണ്. മട്ടന്നൂരിൽ ഇത്തവണ സീറ്റ് ലഭിക്കില്ലെന്ന സാഹചര്യത്തിൽ പാർട്ടി ഏൽപ്പിച്ച പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ ശൈലജ ടീച്ചർ കാണിച്ച സന്നദ്ധത കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനൊപ്പം തളിപ്പറമ്പിൽ PK ശ്യാമള കൂടി മത്സരരംഗത്തിറങ്ങുന്നതോടെ ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന് സ്ത്രീശക്തിയുടെ കരുത്തുകൂടി കൈവരികയാണ്. പേരാവൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് എങ്ങും പോരാട്ടങ്ങളുടെയും അപ്രതീക്ഷിത അട്ടിമറികളുടെയും മണ്ണാണെന്ന് കാണാം. 1970 രൂപീകൃതമായ കാലം മുതൽ കോൺഗ്രസിന്റെയും UDFന്റെയും അടിയുറച്ച കോട്ടയായാണ് പേരാവൂർ അറിയപ്പെട്ടിരുന്നത്. കർഷകരുടെയും കുടിയേറ്റ ജനതയുടെയും വികാരങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ KP നൂറുദ്ദീൻ എന്ന പ്രഗത്ഭനായിട്ടുള്ള നേതാവ് പതിറ്റാണ്ടുകളോളം ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ ആ കോട്ടയിൽ ആദ്യമായി വിള്ളൽ വീഴ്ത്തിയത് 1996 KK ശൈലജ തന്നെയായിരുന്നു. അന്ന് പേരാവൂരിൽ നിന്നും അട്ടിമറി വിജയം നേടിയ ശൈലജ ടീച്ചർ ആ മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകി. പിന്നീട് 2001 AD മുസ്തഫയിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2006 പള്ളിയറ മാധവൻ മാസ്റ്ററിലൂടെ CPM വീണ്ടും അധികാരം പിടിച്ചെടുത്തുവെങ്കിലും കഴിഞ്ഞ 3 തവണയായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലൂടെ UDF ഈ മണ്ഡലം ഭദ്രമായി കാത്തു സൂക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവിനെ തന്നെ CPM പേരാവൂരിലേക്ക് കളത്തിലിറക്കുന്നത്. മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. മലയോര മേഖലയിൽ സണ്ണി ജോസഫിനുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാധീനത്തെയും UDFന്റെ സംഘടനാ കരുത്തിനെയും മറികടക്കാൻ ശൈലജ ടീച്ചറുടെ ജനകീയതയ്ക്ക് കഴിയുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുകയാണ്. കോവിഡ് കാലത്തെ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ ഒരു നേതാവ് വീണ്ടും പഴയ തട്ടകത്തിലേക്ക് എത്തുമ്പോൾ അത് വോട്ടർമാരിൽ നിന്നും വലിയൊരു ചലനം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മലയോരത്തെ കർഷക പ്രശ്നങ്ങളും വന്യജീവി ശല്യവും പട്ടയ പ്രശ്നങ്ങളും സജീവ ചർച്ചയാകുന്ന ഈ ഘട്ടത്തിൽ ഭരണപക്ഷത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് തേടാൻ ശൈലജ ടീച്ചർക്ക് കൂടുതൽ എളുപ്പമാകും. 96 വിജയം ആവർത്തിക്കാൻ ടീച്ചർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPMന്റെ അണികൾ. കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലും പോരാട്ടം ഒട്ടും കുറവല്ല. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് പകരക്കാരിയായി PK ശ്യാമള എത്തുമ്പോൾ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ പരീക്ഷണമായി മാറുകയും ചെയ്യും. ആന്തൂർ നഗരസഭാ അധ്യക്ഷ എന്ന നിലയിലുള്ള മികച്ച ഭരണപരിചയവും സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനവും ശ്യാമളയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. ജില്ലയിലെ 2 സുപ്രധാന മണ്ഡലങ്ങളിൽ കരുത്തരായ വനിതാ നേതാക്കളെ അവതരിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ജനവിധി തേടുമ്പോൾ ജില്ലയിലെ ആകെ ആവേശം അങ്ങ് വാനോളം പൊട്ടി ഉയരും. കണ്ണൂരിലെ കോട്ടകൾ സംരക്ഷിക്കുന്നതിനൊപ്പം UDFന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളലുണ്ടാക്കുക എന്ന തന്ത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയിൽ തെളിയുന്നത്. പേരാവൂരിന്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും കർഷക ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. റബ്ബർ വിലയിടിവും വന്യമൃഗശല്യവും മലയോര കർഷകരെ വല്ലാതങ്ങ് അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഈ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ എത്രത്തോളം വോട്ടായി മാറുമെന്ന് കണ്ടറിയണം. UDF തങ്ങളുടെ കുടിയേറ്റ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴാതെ നോക്കാൻ സർവ്വസന്നാഹങ്ങളും കെട്ടിയൊരുക്കി കഴിഞ്ഞു. എന്നാൽ ശൈലജ ടീച്ചറുടെ വരവ് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ മണ്ഡലത്തിലേക്ക് ആകർഷിക്കുമെന്ന് ഇടതുപക്ഷവും കരുതുകയാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് പേരാവൂർ തിരിച്ചുപിടിക്കാൻ ശൈലജ ടീച്ചറെ പോലെ ഒരു പോരാളി അത്യാവശ്യമാണെന്ന ബോധ്യത്തിലാണ് പാർട്ടി ഈ തീരുമാനമെടുക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പേരാവൂർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വടക്കൻ കേരളത്തിലെ മലയോര ജനതയുടെ രാഷ്ട്രീയ ബോധം എപ്പോഴും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് മടങ്ങുമ്പോൾ അത് വെറും ഒരു മണ്ഡലം മാറ്റമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് പറയേണ്ടി വരും. സ്ത്രീപക്ഷ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുന്ന ഈ മത്സരത്തിൽ വിജയ സാധ്യതകൾ പ്രവചനാതീതമാണ്. സണ്ണി ജോസഫിന്റെ പ്രവർത്തന മികവും ശൈലജ ടീച്ചറുടെ ജനപ്രിയതയും തമ്മിലുള്ള ഈ പോരാട്ടം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.
കണ്ണൂരിലെ വിപ്ലവ പാരമ്പര്യവും മലയോരത്തെ കർഷക വീര്യവും ഒത്തുചേരുന്ന ഒരു മഹാസമരത്തിനാണ് പേരാവൂർ വേദിയാകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും വലിയൊരു സർപ്രൈസ് പേരാവൂർ തന്നെയാകും. ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം അണികളിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും പ്രാദേശിക തലത്തിലും ഇതിനോടകം തന്നെ ടീച്ചർക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും പാർട്ടിക്കുള്ളിലെ ഐക്യം വിളിച്ചോതുന്നതാണ്. വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരുന്നതോടെ പ്രചരണ രംഗം കൂടുതൽ കൊഴുക്കും. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നായി പേരാവൂർ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മാറ്റത്തിന്റെ കാറ്റ് മലയോരത്ത് വീശുമോ അതോ UDF തങ്ങളുടെ കോട്ട കാക്കുമോ എന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം.